കെ.എം. മാണിയുടെ രാജി ആവശ്യപ്പെട്ട് ഒറ്റക്കെട്ടായി നീങ്ങാൻ എൽ.ഡി.എഫ് തീരുമാനം. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി 25-ന് എൽ.ഡി.എഫ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. കാര്യക്ഷമമായ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനും എൽ.ഡി.എഫ് തീരുമാനിച്ചു. പിണറായിയുടെ തലേന്നത്തെ രൗദ്രഭാവവും പന്ന്യന്റെ പിറ്റേന്നത്തെ മറുപടിയും കണ്ടപ്പോൾ ഇരുകൂട്ടരും ഇത്തവണ അടിച്ചുപിരിഞ്ഞുവെന്ന് കേരള രാഷ്ട്രീയം ഉറപ്പിച്ചു. എന്നാൽ പ്രതിരോധത്തിലൂന്നിയുള്ള പന്ന്യൻ രവീന്ദ്രന്റെ വാർത്താസമ്മേളനം കഴിഞ്ഞപ്പോൾ അത് വെറുമൊരു അഡ്ജസ്റ്റ്മെന്റ് പോരായിരുന്നോ എന്ന് സംശയം. തൊട്ടുപിന്നാലെ നടന്ന എൽ.ഡി.എഫ് യോഗത്തോടെ എല്ലാം വ്യക്തമായി. CPIക്കും CPMനുമിടയിലെ മഞ്ഞുരുകി. പിന്നാലെ വെടിനിർത്തൽ പ്രഖ്യാപനം. ഒരു അഡ്ജസ്റ്റ്മെന്റിനും നിൽക്കാതെ ഇരു കക്ഷികളും ഇനി മാണിക്കെതിരെ ഒരുമിച്ച്. ബാർ കോഴ കേസിൽ മന്ത്രി മാണി രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നവംബർ 25-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്കും കളക്ടറേറ്റുകളിലേക്കും LDFന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിക്കും. അതോടൊപ്പം തന്നെ നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേസ് ഫയൽ ചെയ്യും. കെ.എം. മാണിക്ക് നേരെയുള്ള CPMന്റെ മൃദു സമീപനം ഇടതുമുന്നണി സമരങ്ങളെ തളർത്തുകയാണെന്ന CPI വിമർശനമാണ് ഇത് സംബന്ധിച്ച എക്സ്ക്ലൂസീവ് ചർച്ചകൾക്ക് LDFൽ വഴിവെച്ചത്. ഏതായാലും മാണിയോട് ഏത് സമീപനം വേണമെന്നതിൽ തങ്ങളുടെ കടുത്ത നിലപാടിലേക്ക് CPMനെ എത്തിക്കാൻ CPIക്ക് കഴിഞ്ഞു. കെ.എം. മാണിയുടെ രാജി തന്നെ വേണമെന്നതിൽ മുന്നണിയിൽ ഏവരും ഒരേ സ്വരത്തിലെത്തി. എന്നാൽ ഏതു രീതിയിൽ അന്വേഷണം വേണമെന്നതിൽ LDF എത്തിച്ചേർന്നത് പുതിയൊരു തീരുമാനത്തിലാണ്. ഹർജിയുമായി കോടതിയെ സമീപിക്കുക, ശേഷം അവർ തീരുമാനിക്കട്ടെ. കോടതിയുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. പിന്നെ ഉള്ളത് കോടതിയും കൂടി അതിന് സഹായിക്കുന്ന സ്ഥിതിയിലോട്ട് എത്തിച്ചേരുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് അത്തരമൊരു സമീപനം എടുക്കാൻ. മറ്റു കാര്യങ്ങൾക്കൊക്കെ അതിൻ്റേതായ ചില ദൗർബല്യങ്ങളെല്ലാം കാണാൻ ഇടവന്നതുകൊണ്ട്.